ഹായ് ഓൾ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് കോട്ടയിലോട്ടാണ് കേട്ടോ. ഇതിലോട്ട് പ്രവേശിക്കുന്ന മുമ്പ് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കവാടം കാണാനായിട്ട് സാധിക്കും. ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അറിയില്ല. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഇങ്ങനെ കണ്ടാലാവും നമുക്ക് കൂടുതൽ മനസ്സിലാവുക. അതായത് ചുറ്റും ബണ്ട് കെട്ടിയിട്ടാണ് ഈ ഒരു കോട്ട സംരക്ഷിച്ചിട്ടുള്ളത്. അതായത് യുദ്ധസമയത്ത് ശത്രുക്കൾ പെട്ടെന്ന് ഇങ്ങോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർമ്മിച്ചേക്കുന്നത്. ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് ഹനുമാൻ ക്ഷേത്രമാണ് കേട്ടോ. ഇതാണ് ഹനുമാൻ ക്ഷേത്രത്തിലോട്ടുള്ള എൻട്രൻസ്. അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ഹനുമാൻ ക്ഷേത്രം കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഈ ഓരോ കവാടങ്ങളും വലിയ സ്ട്രോങ് ആയിട്ടുള്ള വലിയ വലിയ കല്ലുകൾ കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചേക്കുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഈ ഒരു ഹനുമാൻ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഹൈന്ദവപരമായിട്ടുള്ള എല്ലാവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയാണ് നമ്മൾ കോട്ടയുടെ മെയിൻ എൻട്രൻസിലോട്ട് പ്രവേശിക്കുന്നത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം നമ്മൾ അകത്തോട്ട് പ്രവേശിക്കാനായിട്ട്. ഒരാൾക്ക് 25 രൂപയാണ് കേട്ടോ വരുന്ന ടിക്കറ്റ് റേറ്റ്. പ്രവേശിച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കൽമണ്ഡപം കാണാനായിട്ട് സാധിക്കും കേട്ടോ. കൽമണ്ഡപത്തിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അതാ ഞാനതിൻ്റെ ഫോട്ടോ എടുത്ത് അവിടെ വെച്ചേക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇത് നമ്മുടെ ജയിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ സപ്ലൈ ഓഫീസും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പല ഓഫീസും ഇപ്പോൾ ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഈ ഒരു കുളം കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, പുറത്തുനിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൃത്താകൃതിയിലുള്ള ഒരു സ്പേസ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലെയുള്ള 9 എണ്ണമാണ് ഈ ഒരു കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നത്. അതായത് സൈനികർക്ക് ഇവിടെ നിന്ന് ആക്രമിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ 9 എണ്ണം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 18-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ മൈസൂർ സുൽത്താൻമാരുടെ അധിനിവേശവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. കോമുവച്ചൻ പാലക്കാട് മേഖല ഭരിച്ചിരുന്ന കാലം ഭരണാധികാരിയായിരുന്നെങ്കിലും അദ്ദേഹം കോഴിക്കോട് സാമൂതിരിയുടെ കൈവഴിയായിരുന്നു. 1758 മുതൽ അദ്ദേഹം സ്വതന്ത്രനായി ഭരിക്കാൻ തുടങ്ങിയത് ഇഷ്ടപ്പെടാതെ കോഴിക്കോട് സാമൂതിരി ഇദ്ദേഹത്തിന് എതിരാളിയായി മാറി. ഇതോടെ തൻ്റെ നഗരത്തെ സംരക്ഷിക്കുവാനും സാമൂതിരിക്കെതിരെ പോരാടുവാനും വേണ്ടി കോമുവച്ചൻ മറ്റൊരു രാജാവായ ഹൈദർ അലിയെ സമീപിക്കുകയുണ്ടായി. അദ്ദേഹം സഹായം വാഗ്ദാനം നൽകുകയും സാമൂതിരിയുടെ കയ്യിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്തു. അതോടെ പാലക്കാട് ഹൈദർ അലിക്ക് സ്വന്തമായി. 1766 ടിപ്പു സുൽത്താൻ്റെ പിതാവായിട്ടുള്ള ഹൈദർ അലി ഈ കോട്ട പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം കോട്ട ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും അവരോട് യുദ്ധം ചെയ്ത് തിരിച്ചു പിടിക്കുകയും ചെയ്തു. അങ്ങനെ 1786 യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യം ഏറ്റെടുക്കുകയും അതിനുശേഷം സാമൂതിരിയുടെ കീഴിലാവുകയും ചെയ്തു. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ സാമൂതിരിയുടെ കയ്യിലായിരുന്നു. ഇതൊരു ചരിത്ര സ്മാരകമായതുകൊണ്ട് തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തേത്, ഈ കോട്ടയുടെ രഹസ്യഭാഗത്ത് ഒരു തുരങ്കമുണ്ടെന്നും ആ തുരങ്കം മൈസൂരിലോട്ടാണെന്നും അതുവഴി ടിപ്പു സുൽത്താൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുമാണ്. പക്ഷേ അത് കുറേ പേര് അത് അങ്ങനെ ഇല്ല എന്നും കുറേ പേര് അങ്ങനെയൊക്കെ ഉണ്ടെന്നും പറയുന്നുണ്ട്. അതുപോലെ ടിപ്പുവിൻ്റെ കുതിരകൾക്കെല്ലാം ഈ ഒരു കവാടം ചാടിക്കടക്കാനുള്ള കഴിവുണ്ടെന്നും പറയുന്നുണ്ട്. മൂന്നാമതായി പറഞ്ഞു വരുന്നത് ഈ ഒരു ജലാശയം നിറയെ മുതലകളാണെന്നും പറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ വെറും ആമകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് വലിയൊരു വൃന്ദാവൻ ഗാർഡനും സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ കോട്ടയ്ക്ക് ഓപ്പോസിറ്റായിട്ട് വലിയൊരു ഗ്രൗണ്ട് കാണാനായിട്ട് സാധിക്കും. അത് കോട്ട മൈതാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ ടിപ്പുവിൻ്റെ യുദ്ധത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന മൃഗങ്ങളെയൊക്കെ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിലിപ്പം അവിടെ ഓരോ പാർട്ടി പരിപാടികളും അതുപോലെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാനൊക്കെ യൂസ് ചെയ്യുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.